എല്ലാവർക്കും നമസ്കാരം. നിലവിലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഓരോ ദിവസവും അമ്പരപ്പോടെയാണ് നമ്മൾ തള്ളി നീക്കുന്നത്. പുതുവർഷം തുടങ്ങിയതിൽ പിന്നെ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളും വാർത്തകളുമാണ് നമ്മുടെ നാടിനെ പറ്റി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ടതും കൂടിയാണ്. ഒരു യുവാവ് തൻ്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തതിനെ പറ്റിയുള്ള വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ അറിഞ്ഞിരുന്നു. ഇതുപോലത്തെ വിഷയങ്ങൾ പുറത്തു വരുന്നതിൻ്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ലഹരി ഉപയോഗം. ഒരു വ്യക്തി എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്നും അയാളെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാത്തിനും എന്ന പോലെ ഒരാൾ ലഹരിക്ക് അടിമപ്പെടാനും ഒരു കാരണമുണ്ടാകും. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലഹരിക്ക് അടിമയാകാൻ ചാൻസ് ഉള്ള വ്യക്തികൾ ആരൊക്കെയാണ് അത് ആദ്യമേ തന്നെ പറയാം. ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, ആൻസൈറ്റി അനുഭവിക്കുന്നവർ, അതുപോലെ മെൻ്റലി ഒരുപാട് സ്റ്റേബിൾ അല്ലാത്ത വ്യക്തികൾ, സമൂഹത്തിൽ നിന്നും മോശപ്പെട്ട രീതിയിലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവർ, ജീവിതത്തിൽ യാതൊരു രീതിയിലുമുള്ള സന്തോഷം കിട്ടാത്തവർ, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാത്തവർ, അല്ലെങ്കിൽ അത് ലഭിക്കാത്തവർ, അതിൻ്റെയൊക്കെ തന്നെ പേരിൽ വരുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലും ലഹരിക്കടിമയായിട്ട് കണ്ടുവരുന്നത്. ഇനി ലഹരി ഉപയോഗം ഇവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എന്തെന്നാൽ അതൊരു റിയൽ ലൈഫും പോലെ ഡിഫറൻ്റ് ആണ്. ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാൻ സാധിക്കും. സ്നേഹം, ഏതെങ്കിലും തരത്തിലുള്ള പദവി, എന്തെങ്കിലും വസ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം, ഇതൊക്കെ തന്നെ. യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും തന്നെ അയാൾക്ക് കിട്ടാതെ വരുമ്പോൾ ഇത് കിട്ടാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കും. അങ്ങനെയുള്ളവർ എത്തപ്പെടുന്നതും ലഹരി ഉപയോഗത്തിൽ തന്നെയായിരിക്കും. ലഹരി വസ്തുക്കൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു ഫാൻറ്റസി ജീവിതമായിരിക്കും. അവൻ ആഗ്രഹിക്കാൻ അല്ലെങ്കിൽ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം, യഥാർത്ഥത്തിൽ അവന് കിട്ടാതെ വരുന്ന എന്നാൽ അവൻ ആഗ്രഹിക്കുന്ന ആ ജീവിതം, അത് ഒരു ഫാൻറ്റസിയിലൂടെ ജീവിച്ചു തീർക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി അവനെടുക്കുന്ന ഒരു ടൂളാണ് ലഹരി. എന്നാൽ ഈ വ്യക്തി സ്വമനസാലെ ലഹരി ഉപയോഗിക്കണമെന്നും ഇല്ല. ഇതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ അനുഭവം ഈ വ്യക്തിയോട് പറയുമ്പോഴായിരിക്കും ഇയാൾക്കിത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്തെ സൗഹൃദ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നാട്ടിലെ സുഹൃത്തുക്കൾ, ഇവരിൽ ആരെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവരുപയോഗിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ ഒരു പിയർ പ്രഷറിൽ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയും ലഹരിക്കടിമയാകുന്ന ഒരുപാട് ചെറുപ്പക്കാരും ആളുകളുമുണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്നത് അന്നേ വരെ ഇവർക്ക് കിട്ടിയിട്ടില്ലാത്ത എന്നാൽ താൽക്കാലികമായിട്ടുള്ള സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയായിരിക്കും, ഒരു ഫാൻറ്റസിയിലൂടെ തന്നെ. പിന്നീട് ഈ ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി തന്നെ ഇവർ ആജീവനാന്തം ഇതിൻ്റെ അടിമയാകും. ഇവരുടെ സ്വഭാവ രീതിയും ക്യാരക്ടറും എല്ലാം തന്നെ, ഇവരുടെ ചിന്താഗതി തന്നെ അപ്പാടെ മാറിപ്പോകും. ഇവർ പിന്നീട് സമൂഹവിരുദ്ധരൊക്കെ ആയിട്ട് പരിണമിക്കും. ഒരാൾ ലഹരിക്കടിമയായിട്ടുണ്ട് എന്ന് തുടക്കത്തിലെ തിരിച്ചറിയാനുള്ള ഏക മാർഗം ആ വ്യക്തിയുടെ അസ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാറ്റം, അതുപോലെ അനാവശ്യമായ രീതിയിലുള്ള ദൂർത്തടി, തുടരെ വലിയൊരു തുക പണം ആവശ്യപ്പെടുന്നതും, ആ വ്യക്തി അമിതമായ രീതിയിൽ ലഹരി ഉപയോഗം തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ മുതിർന്നവർ ഒരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ലഹരി വിൽപ്പന നടത്തുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് മാനസികമായി തകർന്നിരിക്കുന്ന ആളുകളെയായിരിക്കും. കാരണം അവർക്കായിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം. വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.